സ്വാമിയേ ശരണമയ്യപ്പ. ഇതൊരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചാനലല്ല. ഒരിക്കലും തികച്ച നിഷ്പക്ഷപരമായിട്ടുള്ള നിലപാടുകളുമായിട്ടാണ് നമ്മൾ ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇന്ന് ശരണം വിളിയോടെ ഈ എപ്പിസോഡ് തുടങ്ങിയത് ആദ്യമായിട്ടാണ്. കാര്യം, ശബരിമലയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ സമയം തൊട്ട് ഞാൻ എൻ്റെ ചാനലിലും മറ്റ് ചാനലുകളിൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോഴും എല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അയ്യപ്പൻ്റെ കാര്യം നോക്കാൻ അയ്യപ്പനും അയ്യപ്പൻ്റെ ചാത്തന്മാരും ഉണ്ട്. അതിന് പ്രത്യേകിച്ച് ആരുടെയും സഹായ സഹകരണങ്ങളൊന്നും ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ സ്വർണമോ ഉരുപ്പടിയോ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചെത്തിക്കാനുള്ള കഴിവും ആൾക്കാരും അദ്ദേഹത്തിനുണ്ട്. ഞാൻ പല ചർച്ചകളിലും ചോദിച്ചതുപോലെ, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖരന് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ പൈസ ഇല്ലേ എന്ന് ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചതുകൊണ്ടാവണമെന്നില്ല അദ്ദേഹം മിനിഞ്ഞാന്ന് കൃത്യമായി കേരള ഹൈക്കോടതിയിലെത്തി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ നടക്കുന്ന അന്വേഷണം തൃപ്തികരമല്ലെന്നും CBI വരണം എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. മാത്രമല്ല, ഹൈക്കോടതിയിലെ 2 പ്രത്യേക ബെഞ്ചുകൾ അന്വേഷണത്തിൽ രേഖപ്പെടുത്തിയ അസംതൃപ്തിയും അദ്ദേഹം അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഹർജിയിൽ കോടതി വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിൻ്റെ ഘടന മാറ്റണമെന്നും കൂടുതൽ ഓഫീസർമാരെ പങ്കെടുപ്പിക്കണമെന്നും കാണിച്ച് പലരും ഹൈക്കോടതിയെ സമീപിച്ചതായിട്ട് എനിക്കറിയാം. ഞാൻ അവരുടെ പേരുവിവരങ്ങൾ എനിക്കറിയാമെങ്കിലും ഞാൻ വെളിപ്പെടുത്താതിരിക്കുന്നത് കോടതിയുടെ മുമ്പിലിരിക്കുന്ന കാര്യമായതുകൊണ്ടാണ്. ശ്രീ എസ് വെങ്കടേഷിനെ പോലുള്ള ഒരു ഓഫീസറുടെ സത്യസന്ധതയിലോ കഴിവിലോ ഇൻ്റഗ്രിറ്റിയിലോ ഒന്നും നമുക്കാർക്കും ഒരു തർക്കവുമില്ല, സംശയവുമില്ല. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശവും ലക്ഷ്യത്തെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായ സംശയങ്ങളുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ട് ഇതുവരെയും ദേവസ്വം ബോർഡിന് പരാതിയില്ല ഉള്ളിടത്ത് നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ എവിടുന്ന് തുടങ്ങിയെന്ന് മനസ്സിലാക്കാം. ദേവസ്വം ബോർഡിൻ്റെ 2 പ്രസിഡന്റുമാർ അറസ്റ്റിലായപ്പോഴത്തേക്ക് ജയിലിൽ കിടന്ന് മട്ടൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കള്ളൻ കുടമാങ്ങ വാസുവും മറ്റൊരു കള്ളനായ ആറന്മുള പപ്പനും ജയിലിൽ കിടന്ന് മട്ടൻ ബിരിയാണി കഴിക്കുകയാണ്. ജയശ്രീ എന്ന് പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ മുൻ സെക്രട്ടറി സുപ്രീം കോടതിയിൽ നിന്ന് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് വാങ്ങിച്ച് വീട്ടിലിരിക്കുകയാണ്. 2 വൃക്കയും പോയി എന്നാണ് പറയുന്നത്. വൃക്ക മാറ്റിവെച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഒരാളുടെ രോഗാവസ്ഥയിൽ നമ്മൾ അവരെ കളിയാക്കുന്നത് ശരിയല്ല. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബോധം ഉണ്ടാവണം, മുകളിൽ ഒരാളുണ്ട്. മലയ്ക്ക് മുകളിലല്ല, നിങ്ങളുടെയൊക്കെ തലയ്ക്ക് മുകളിലും ഒരാളുണ്ടെന്ന് ഉള്ള കാര്യം മനസ്സിലാക്കണം. അതിവിടുത്തെ കോടതിയാവാം, ദൈവമാവാം, അല്ലെങ്കിൽ ന്യായപീഠമാവാം, നീതിപാലകരാവാം. പക്ഷേ നിങ്ങൾക്ക് മുകളിൽ ഒരാളെല്ലാം കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. എന്തായാലും ശ്രീമതി ജയശ്രീയോടത്ത് എനിക്ക് വ്യക്തിപരമായ ഒരു അപേക്ഷ ഉള്ളത് എന്തെന്നാൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബാക്കിയുള്ള കാലമെങ്കിലും മനസ്താപമില്ലാതെ ജീവിച്ച് തീർക്കണമെങ്കിൽ നിങ്ങൾ ഈ കേസിൽ ഒരു മാപ്പ് സാക്ഷിയാകണം. എന്താണ് നടന്നതെന്നും എന്തൊക്കെയാണ് നടന്നതെന്നും ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്തതെന്നും നീതിപീഠത്തിന് മുമ്പിൽ നിങ്ങൾക്ക് സത്യസന്ധമായി പറയാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഒരു മൊഴിയിലായിരിക്കും ഈ കേസിൻ്റെ ഭാവി. പുതിയ പുതിയ കഥാപാത്രങ്ങൾ ദിവസവും പത്രമെടുത്ത് നോക്കുമ്പോൾ പുതിയ കഥാപാത്രങ്ങൾ ദിവസവും അവതരിക്കുകയാണ്. ആദ്യത്തെ കഥാപാത്രം നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു, പരാതിക്കാരൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരി വന്നു, സഹായി വന്നു.
പിന്നെ ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ വന്നു, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ വന്നു. ചെന്നൈയിൽ നിന്നും നമ്മുടെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ പങ്കജ് ഭണ്ഡാരി വന്നു. ബെല്ലാരിയിൽ നിന്നും ബെല്ലാരി രാജ വന്നു. ഇപ്പോൾ ഇതാണ്ട് ദുബായിൽ നിന്നും മണിയും എത്തി. അദ്ദേഹത്തെ ദുബായ് മണി എന്നും ദാവൂദ് മണി എന്നും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും മണി എന്നൊരാൾ, ഒരു കഥാപാത്രം ഇതിനകത്തുണ്ടെന്ന് മനസ്സിലായി. മുൻപ് ചെയ്തു കൂട്ടിയ പാപങ്ങൾ തീർക്കാനാണോ എന്നറിയില്ല. ശ്രീ രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ കമ്മീഷന് മുമ്പേ ഹാജരായി അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറായി. ഇനിയും ഏതെങ്കിലും നേതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളെപ്പറ്റി അറിയാമെങ്കിൽ ദയവ് ചെയ്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പെയോ അല്ലെങ്കിൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മുമ്പെയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മറ്റ് സർക്കാർ ഏജൻസികൾക്ക് മുമ്പെയോ ഹാജരായി ഉള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ ശാപം നിങ്ങളിൽ നിന്നും മാറിക്കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്തരം കാര്യങ്ങളിൽ ചെയ്തവരെ പോലെ കുറ്റക്കാരാണ് അത് ഒളിച്ചു വയ്ക്കുന്നവരും മറച്ചു വയ്ക്കുന്നവരും. അത് ശ്രീ ചെന്നിത്തലയ്ക്ക് മനസ്സിലായിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം ഹാജരായി അദ്ദേഹത്തിന് അറിയാവുന്നുള്ള വിവരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുമായിട്ട് പങ്കുവച്ചത്. ഇനി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യങ്ങൾ അയ്യപ്പൻ്റെ നാമത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കത്തായിട്ട് എഴുതി അറിയിക്കുക. നിങ്ങളുടെ പേരും വിലാസവും ഇല്ലെങ്കിൽ പോലും അവർക്ക് കിട്ടുന്ന ഓരോ വിവരവും ഈ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് നല്ലതാണ്. അതിൽ ഈ ജയിലിൽ കിടക്കുന്നവരുടെ കുടുംബാംഗങ്ങളായാൽ പോലും അവരുടെ ഭാവി ജീവിതം എന്തായാലും ജയിലിൽ കിടക്കുന്നവരെന്തായാലും അവിടെ തന്നെ കിടക്കും. നിങ്ങൾക്കെങ്കിലും രക്ഷ വേണമെങ്കിൽ, നിങ്ങളുടെയെങ്കിലും ഭാവി ജീവിതം ശോഭനമാകണമെങ്കിൽ, ഈശ്വരശാപം നിങ്ങളെ പിന്തുടരാതിരിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന വിവരം അന്വേഷണ സംഘവുമായിട്ടോ അധികാരികളുമായിട്ടോ പങ്കുവയ്ക്കുകയും ഈ കേസിനെ സഹായിക്കാൻ നിങ്ങളാലാവുന്നത് നിങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. രാമസേതു നിർമ്മിക്കുന്നതിന് വേണ്ടി സ്വന്തം ശരീരത്ത് മണൽ കുടഞ്ഞ അണ്ണാനെ നിങ്ങളെ ഓരോരുത്തരും ഓർമ്മിക്കുക. നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന ചെറിയ ഒരു കാര്യം പോലും അയ്യപ്പൻ്റെ കടാക്ഷത്തിന് പാത്രമാവുമെന്നും ചെയ്യാതിരിക്കുന്നത് അയ്യപ്പൻ്റെ കോപത്തിന് കാരണമാവുമെന്നും നിങ്ങൾ ഓരോരുത്തരും ഓർത്തിരിക്കുക. എന്നെ കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ കൊള്ളയെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങൾ അറിയാമെങ്കിൽ ദയവ് ചെയ്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിമാരെയോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയോ അറിയിക്കുക, അധികാര സ്ഥാനങ്ങളെ അറിയിക്കുക. അയ്യപ്പൻ്റെ മുതൽ കേൾക്കാൻ കൂട്ടുനിന്നവർക്ക് കൂട്ടായവർ എന്നുള്ള ആ ഒരു ദുഷ്പേര് നിങ്ങളുടെ തലമുറകളിൽ നിന്ന് മാറണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ കൊണ്ടാകുന്നത് ഞാനും ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നന്ദി, നമസ്കാരം.